ആമസോണിന്റെ ശാന്തതയിൽ മൊട്ടിട്ട് ലിസിവിന്റെ പൂവാടിയിൽ വളർന്ന് കാർമലിന്റെ പുണ്യമണ്ണിൽ വിരിഞ്ഞ് തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായി ലോകത്തിൽ വിശുദ്ധിയുടെ ദൈവസ്നേഹത്തിന്റെ പുണ്യപരിമളം പരത്തിയ കന്യക വിശുദ്ധ കൊച്ചുത്രേസ്യ. നശ്വര യാഥാർത്ഥ്യങ്ങളെ ദൂരെയെറിഞ്ഞ് അനശ്വര യാഥാർത്ഥ്യങ്ങളെ നെഞ്ചിലേറ്റി ഈ നശ്വര ലോകത്തിൽ മിശിഹായുടെ കുരിശു പതാക നാട്ടുവാൻ പഞ്ചഭൂഖണ്ഡങ്ങളിലും അവിടുത്തെ സാക്ഷിയാകുവാൻ ആഗ്രഹിച്ച് കാർമലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അനശ്വര ജീവിതത്തിന്റെ മുന്നാസ്വാദനമായ സന്യാസം അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ച ഈ വിശുദ്ധ സൂനം നമുക്ക് മാതൃകയും മധ്യസ്ഥയുമാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ ചെറുപുഷ്പം ഏവർക്കും ഒരു വലിയ പ്രചോദനമാണ്. ദൈവപിതാവിന്റെ കരവലയത്തിൽ പൂർണ്ണ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് ഇന്നിന്റെ നീർക്കുമിളകൾക്ക് ജീവിതത്തിൽ സ്ഥാനം നൽകാതെ സർവ്വതിന്റെയും ഉടയവനിൽ പരിപൂർണ ആശ്രയമർപ്പിച്ച് ജീവിച്ച ചെറുപുഷ്പം സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ആധ്യാത്മിക ശിശുത്വത്തിന്റെ പാതയാണ്. ശിശുതുല്യമായ നിഷ്കളങ്കതയോടെ ദൈവത്തിൽ നിന്നും സർവ്വതും പ്രതീക്ഷിക്കുന്ന ചെറുപുഷ്പം ചന്ദ്രൻ സൂര്യനെ ചുറ്റുന്നതുപോലെ ദൈവപിതാവിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു താരകമായി മാറി. ലോകത്തിനു മുൻപിൽ അസാധാരണമായത് ഒന്നും ചെയ്യാതെ തന്റെ ജീവിതത്തിന്റെ നിസ്സാരതകളെ സർവശക്തനോടുള്ള സ്നേഹത്താൽ പൂരിതമാക്കി സാധാരണത്വത്തെ അസാധാരണമാക്കിയ ചെറുപുഷ്പം ഒരു യഥാർത്ഥ സന്യാസിനി എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ചു. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതത്രയങ്ങൾ തിരുക്കുരിശിനോട് തന്നെ ബന്ധിപ്പിക്കുന്ന നാടയാണ് എന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ ജീവിതം തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായി എന്നതാണ് ചെറുപുഷ്പത്തിന്റെ സന്യാസ ജീവിതത്തിന്റെ മഹത്വം. ഞാൻ കർമ്മലയിൽ വന്നത് ആത്മാക്കളുടെ അമ്മയാകുവാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് എന്ന് അവൾ തന്നെ ജീവിത വഴിത്താരയിൽ പലതവണ ഉദ്ഘോഷിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ പ്രേക്ഷിതയായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ. പാരിടം മുഴുവൻ തന്റെ സ്നേഹനാഥന്റെ കുരിശു പതാക നാട്ടുവാൻ ആഗ്രഹിച്ചപ്പോഴും വൈദികന്റെയും യോദ്ധാവിന്റെയും വിളി ഉള്ളിൽ കാതോർത്തപ്പോഴും ആത്മനാഥന്റെ പ്രേക്ഷിതയാകുവാനുള്ള തീഷ്ണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തന്റെ അസാധ്യതകളെ തിരിച്ചറിഞ്ഞ കൊച്ചുത്രേസ്യ സർവശക്തനായ ദൈവത്തിങ്കലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു. പിന്നീട് പ്രാർത്ഥനയായിരുന്നു ഈ പുണ്യസുമത്തിന്റെ ജീവിതം എന്ന് പറയാം. ഈശോയുടെ കരുണാദ്ര സ്നേഹം പകരാനാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചത്. ഈ ചൈതന്യമാണ് ആധുനിക ലോകത്തിന് വിശുദ്ധ കൊച്ചുത്രേസ്യ നൽകുന്നത്. ലോകത്തിന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ കൈകൾ വിരിക്കുവാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ കരുണാദ്ര സ്നേഹത്തിന് ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും. ഈ പുണ്യകന്യകയെ മാതൃകയും മധ്യസ്ഥയുമായി സ്വീകരിച്ച് ജീവിത നൗകയെ സ്വർഗതീരത്തേക്ക് തുഴയുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ചെറുപുഷ്പമേ, റോസാ പുഷ്പങ്ങൾ വർഷിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വർഗം അംഗീകരിക്കുന്നതാക്കി മാറ്റണമേ.